എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ, എപ്പോഴും മനസ്സിന് ദുഃഖം പേറുന്ന ഒരു ദുരന്തം, ഒന്നും സഹിക്കാനാകുന്നില്ല, ടെൻഷനാണ്, ഉറക്കു വരുന്നില്ല, ഭക്ഷണത്തിന് രുചിയില്ല, ആരോടും മിണ്ടാട്ടമില്ല, മുഖത്ത് പ്രസന്നതയില്ല, സന്തോഷം കളിയാടുന്നില്ല, ജീവിതത്തിൽ മനസ്സിന് വല്ലാത്തൊരു പിരിമുറുക്കം അനുഭവപ്പെടുകയാണ്. എന്തു വേണം, എന്താണ് പരിഹാരം? ഒരാളും നിനക്ക് പരിഹാരം തരില്ല. ഒരു സൃഷ്ടിയുടെയും കാൽക്കൽ പോയി വീണതുകൊണ്ട് രക്ഷയില്ല, ഒരു കേന്ദ്രത്തിലും പോയി തേടിയതുകൊണ്ടും രക്ഷയില്ല, ഒരു അമ്മക്കും ഒരു ഉമ്മക്കും ഒരു ബാബക്കും ഒരു ബീവിക്കും നിന്നെ രക്ഷപ്പെടുത്താനാവില്ല. നിന്റെ മനക്ലേശത്തിന്റെ സങ്കടങ്ങൾ, ആ മനസ്സിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണോ ആ റബ്ബിനോട് വളരെ അവനിലേക്ക് മനസ്സ് നന്നായി അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് നീ തേടിക്കോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അത് മാത്രമാണ് വഴി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിസ്കാരത്തിലൂടെ ഏത് പ്രതിസന്ധിയെയും നേരിടാനാകുമെന്നാ പഠിപ്പിക്കുന്നത്. അവിടുന്ന് നിസ്കാരത്തിന്റെ സമയമാകുമ്പോ പല ഘട്ടങ്ങളിലും അവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാറുണ്ട്, യാ ബിലാൽ അഖിമിസ് സ്വലാ, ഇഖാമത്ത് വിളിക്കൂ ബിലാലേ, അരിഹ്നാ ബിഹാ, അത് മുഖേന നമുക്ക് ആശ്വാസം കിട്ടട്ടെ. നിസ്കാരത്തിന് നിന്ന് നിസ്കാരത്തിലൂടെ ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിന് വല്ല കരുത്ത് കിട്ടുകയാണ്. ഏത് സങ്കടപ്പെട്ട മനസ്സോടെ നിസ്കാരത്തിന് പള്ളിയിൽ വന്നാലും അവൻ സഫിൽ നിന്ന് റബ്ബിന്റെ മുമ്പിൽ അങ്ങ് കൈകെട്ടി നിസ്കരിച്ചു തീരുമ്പോഴേക്ക് മനസ്സിന് വല്ലാത്ത ആശ്വാസം കിട്ടിപ്പോയി, മനസ്സിന്റെ ടെൻഷനുകൾ അകന്നുപോയി, മനസ്സിന് വല്ലാത്തൊരു കുളിര് കിട്ടിപ്പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവ് നമുക്ക് കാണാം. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസബഹു അംറുൻ, അവിടുത്തേക്ക് വല്ല പ്രതിസന്ധിയും മനക്ലേശങ്ങളും ബാധിക്കുന്ന ഘട്ടത്തിൽ സ്വല്ലാ, അവിടുന്ന് നിസ്കരിക്കുന്നു. തന്റെ റബ്ബുമായിട്ടുള്ള സ്വകാര്യമായ ആ ഭാഷണത്തിലൂടെ പ്രയാസങ്ങളും വിഷമങ്ങളും അകറ്റുവാനുള്ള ധാരാളം മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക എന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട്, നബിയെ, ഞാൻ താങ്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതാണല്ലോ സ്വലാത്ത്, താങ്കൾക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥന ഞാൻ ധാരാളമായി അധികരിപ്പിക്കും എന്ന് അതിന്റെ വിവിധ രൂപത്തിൽ അങ്ങനെ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്കിൽ ഇദൻ തുക്ഫാ ഹമ്മക് വയഗ്ഫറു ലക ദംബക്, എങ്കിൽ നിന്റെ മനക്ലേശങ്ങൾ പോകും, നിന്റെ മനോദുഃഖങ്ങൾക്ക് അത് പരിഹാരമാണ്. സ്വലാത്തുകൾ അധികരിപ്പിക്കണം. അതുപോലെ തന്നെ നിന്റെ പാപങ്ങൾക്ക് അത് മോചനത്തിന് പരിഹാരമാണ്. സ്വലാത്ത് അധികരിപ്പിക്കുക എന്ന് പറയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയില്ലാത്ത, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത നാരിയ സ്വലാത്തോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വലാത്തുകളോ അല്ല ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആശയങ്ങൾക്ക് ഒരിക്കലും ഭംഗം വരാത്ത കൃത്യമായ തൗഹീദിൽ അധിഷ്ഠിതമായ നിലക്ക് അവിടുന്ന് പഠിപ്പിച്ച ആ രൂപത്തിൽ കൃത്യമായി ആര് നിർവഹിക്കുന്നുവോ അവന് പരിഹാരമാണ്. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ ദിനം പ്രത്യേകം ഈ സ്വലാത്തിന്റെ പുണ്യമുള്ള ദിവസമാണ്. എല്ലാ ദിവസങ്ങളിലും ഉള്ളതിനേക്കാൾ പ്രാധാന്യം വെള്ളിയാഴ്ച ദിവസത്തിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നതിനുണ്ടെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങൾ അകലാനുള്ള ഒരു പരിഹാരമാണ്. മറ്റൊരു പരിഹാരം സഹോദരങ്ങളെ, മനസ്സിനെ പഠിപ്പിക്കണമെന്ന് അല്ലാഹ് എനിക്ക് നൽകിയതൊക്കെ തന്നെ എനിക്ക് മതിയായതാണ്. മനസ്സിന്റെ ടെൻഷൻ അകലാനുള്ള ഒരു പരിഹാരം അതാണ്. എന്റെ റബ്ബ് എനിക്ക് നൽകിയതിൽ എനിക്ക് സംതൃപ്തനാണ് ഞാൻ. എനിക്ക് എന്റെ റബ്ബ് വിധിച്ചതൊക്കെ നന്മയാണ്. നേരത്തെ ഞാൻ നമ്മുടേതായ പ്രാർത്ഥനയിൽ പറഞ്ഞില്ലേ, അദ്ലുൻ ഫീ ഖദാഉ, നിന്റെ വിധികളൊക്കെ എന്നിൽ നീതിപൂർവകമാണ് നടന്നിട്ടുള്ളത്, എനിക്കതിൽ പരിഭവമൊന്നുമില്ല, പരാതിയൊന്നുമില്ല. റബ്ബേ, നിന്നെ കുറിച്ച് നീ എന്തേ എന്നെ ഇങ്ങനെ ആക്കിയതെന്ന് ഞാൻ ചോദിക്കൂല. കാരണം നീ എന്നെ കുറിച്ച് എന്ത് വിധിച്ചിട്ടുണ്ടോ അത് എനിക്ക് ഇപ്പൊ തോന്നുന്നു എനിക്കത് ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ എന്റെ ഭാവി അറിയാവുന്ന നീയല്ലേ വിധിച്ചത്, അതുകൊണ്ട് എനിക്ക് നല്ലതേ നീ വിധിക്കൂ എന്ന് എനിക്ക് ഉറപ്പാണ്. അതൊരു വല്ലാത്ത ആശ്വാസമാണ്. അതൊരു വല്ലാത്ത ആശ്വാസമാണ്. ആ ഒരു മനസ്സ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ദുഃഖിക്കേണ്ടി വരില്ല. മറിച്ച് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ലല്ലോ എന്നിങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെടുമ്പോ മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോ അവന്റെ മനസ്സിൽ ഇങ്ങനെ കൂടുതൽ തോന്നും, ഞാൻ അവിടെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, അത് ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നു പോയത്, അത് പറഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ടെൻഷൻ കൂട്ടാനാണ് ശൈത്താൻ ശ്രമിക്കുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് പ്രയോജനമുള്ള കാര്യങ്ങളിൽ വളരെ അത്യാവേശം കാണിച്ചുകൊണ്ട് മുന്നേറിക്കോ. വസ്തഇൻ ബില്ലാഹ്, അതിന്റെ വിജയത്തിന് വേണ്ടി നീ റബ്ബിനോട് സഹായം തേടിക്കോ. വലാ തഅജസ്, നീ ഒരിക്കലും അശക്തനായി മടി പിടിച്ചിരിക്കരുത്. വഇന്ന സാബക ശൈഉൻ, നിനക്ക് വല്ലതും ബാധിച്ചാൽ ഫലാ തഖുൽ,
വല്ല മുസീബത്തും ബാധിച്ചാ ഫലാ തഖുൽ, നീ പറഞ്ഞു പോകരുത്. എന്ത് പറയരുത്? ലൗ അന്നീ ഫഅൽതു കാന കദാ വകദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെയാണല്ലോ വരിക, അങ്ങനെ ഞാൻ ചെയ്യാതെ പോയല്ലോ, അതല്ലേ എനിക്ക് പറ്റിപ്പോയത് എന്നോർത്തുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയണ്ട. വലാകിൻ, പക്ഷേ നീ എന്താ പറയേണ്ടത്? ഖുൽ ഖദറുല്ലാഹ്, ഖദറുല്ലാഹ്, അല്ലാഹുവിന്റെ ഖദർ, വമാ ശാഅ ഫഅൽ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നു, അതല്ലാതെ എനിക്കതിലൊന്നും പങ്കില്ല, അതൊന്നും ഞാൻ വിഷമിക്കേണ്ടതില്ല. അതല്ലാതെ ഇങ്ങനെ അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നല്ലോ, അതെപ്പോഴും നമ്മുടെ ഒരു മനസ്സിന്റെ അവസ്ഥയാ. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പറയാം, അങ്ങനെ ചെയ്തിട്ടല്ലേ ഇപ്പൊ പറ്റിയിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അതുമ്മ തന്നെ ടെൻഷൻ അടിച്ച് നടക്കും. അള്ളാന്റെ റസൂല് പറയാണ്, അങ്ങനെ നീ ചിന്തിക്കരുത്, അള്ളാഹ് തീരുമാനിച്ചു അത് നടക്കും. ഫൈനൽ ലൗ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നിലുള്ള ഈ ലൗ എന്ന പ്രയോഗമുണ്ടല്ലോ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നല്ലോ എന്ന പ്രയോഗം തഫ്തഹു അമല ശൈത്താൻ, നിന്നിൽ ശൈത്താനിന്റെ പണിക്ക് എളുപ്പമാക്കും. ശൈത്താൻ നിന്റെ മനസ്സിൽ വല്ലാതെ പണിയെടുക്കാൻ നിന്റെ ഈ ചിന്ത അതിന് കാരണമാകും, അത് എളുപ്പമാക്കി തീർക്കും, അവന്റെ പണി എളുപ്പാക്കും നിന്നിൽ. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകരുത് എന്നാണ്. എപ്പോഴും നമ്മൾ അങ്ങനെയാ ചിന്തിക്കേണ്ടത്. ഒരു അപകടം പറ്റിയാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം പറ്റിയാൽ അള്ളാന്റെ ഒരു തീരുമാനമാണ്, അതിൽ സംതൃപ്തി അടയണം. അങ്ങനെ മനുഷ്യന്റെ മനസ്സിന് അടക്കം കൊടുക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇസ്ലാം പറഞ്ഞു, സ്വഭാവത്തോടെ നീ ആളുകളോട് വർത്തിച്ചു നോക്ക്, നിന്റെ ടെൻഷൻ അകലും. ആളുകളെ കാണുമ്പോൾ ഒരു മുഖപ്രസന്നത, ഒരു പുഞ്ചിരി, ഒരു മനസ്സിന്റെ ഒരു വിശാലതയാണ്. അതുപോലെ തന്നെ ആളുകളോടുള്ള നല്ല പെരുമാറ്റം, സഹജീവികളോടുള്ള കാരുണ്യം, അനാഥകളോട്, കഷ്ടപ്പെടുന്നവരോട്, അഗതികളോട്, വിധവകളോട് അവരുടേതായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആവുന്നത് ചെയ്യൽ, വിദ്വേഷവും അസൂയയിൽ നിന്നും മുഖരമായ ഒരു മനസ്സ്, ആളുകളോട് വിട്ടുവീഴ്ചയും മാപ്പരുളലും എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു നല്ല വിശാലമായ മനസ്സ്, ഇതൊക്കെ നിനക്ക് സമാധാനമാണ് പ്രദാനം ചെയ്യുക. അതിലൊക്കെ പുറമേ എപ്പോഴും കുറ്റങ്ങൾ ഓർത്തുകൊണ്ട് ഇങ്ങനെ അള്ളാന്റെ മുമ്പിൽ കരയണം. മനസ്സിന്റെ ടെൻഷൻ അങ്ങനെ അകന്നു പോകും. റബ്ബിനോടെല്ലാം പറഞ്ഞിട്ട് കരയാ. നമ്മളുണ്ടല്ലോ, ഒരാളോട് വിഷമങ്ങൾ പറഞ്ഞ് കരയുമ്പോ പറയും, ഒരുപാട് ഭാരം ഒഴിഞ്ഞുപ്പോ എനിക്ക്, പക്ഷേ അതും ദുർബലനായ ഒരു മനുഷ്യനോടാ പറഞ്ഞത്, അയാൾക്കത് പരിഹരിക്കാൻ കഴിയില്ല. എല്ലാം പരിഹരിക്കാൻ കഴിയാവുന്ന നാഥനോട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരയൂ സഹോദര. ഭാരങ്ങൾ ഒഴിയട്ടെ, ടെൻഷൻ ഒഴിയട്ടെ. അതിലൂടെ നാളെ പരലോകത്ത് നരക വിമോചനം കൂടി കിട്ടാനുണ്ട്. രണ്ട് തരം കണ്ണുകൾ, ആ കണ്ണുകളെ നരകത്തിൽ സ്പർശിക്കുന്നതല്ല. ഐനുൻ ബക്കത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ കണ്ണുകള്, ആ കണ്ണുകളെ നരകത്തിൽ സ്പർശിക്കൂല. വൈനുൻ ബാത്തത് തഹ്റുസു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി കാവൽ നിന്നുകൊണ്ട് ഉറക്കമിളച്ച കണ്ണുകൾ, ആ കണ്ണുകളൊന്നും നരകത്തിൽ സ്പർശിക്കൂലെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മാനസികമായ പ്രയാസവും വിഷമങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതുണ്ടാകുമ്പോ ശിർക്കിലേക്ക് പോകാതെ, റബ്ബല്ലാത്തവരുടെ കാൽക്കൽ പോയി വീഴാതെ, ആരോടും മുമ്പിൽ ആ രൂപത്തിലുള്ള അർത്ഥനകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ബലിയും സമർപ്പിക്കാതെ സർവ്വലോക പരിപാലകനായ റബ്ബിലേക്ക് മനസ്സങ്ങ് തിരിച്ചുവെച്ച് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞാൽ അവൻ ശാന്തി തരും. ആ ശാന്തി അവൻ നൽകുന്നത് ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിലൂടെ കൂടിയാണ്. ആ ഒരു ജീവിതവും കൂടി ഒരുമിപ്പിച്ച് നമ്മൾ കൊണ്ടുപോയാൽ അദ്ദേഹത്തിന്റെ വിശാലത കിട്ടും. അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.